ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കമ്പനി സിഇഒയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം വരികയാണ്. പുതിയ പ്രസിഡന്റ് എത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ ഭാരവാഹികളെ തീരുമാനിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അഭിപ്രായ ഐക്യത്തിലെത്താൻ കഴിയാത്തവരാണ് ഭാരവാഹികളെ തീരുമാനിക്കുന്നത് വൈകാൻ കാരണം. ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കോൾ സെന്ററുകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്തവരെ നേതൃത്വത്തിൽ കൊണ്ടുവന്നതിന്റെ ഫലമാണ് കാണുന്നത് എന്നുള്ള വിമർശനവും ബി.ജെ.പിയിൽ വളരെയധികം ശക്തമാണ്. നിലമ്പൂരിൽ UDF ജയിച്ചത് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് എന്നാണ് വിജയരാഘവൻ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ശക്തികളുമായി UDF കൂട്ടുകൂടുന്നുവെന്നും ഇതിന്റെ പ്രത്യാഘാതം ഭാവിയിൽ കാണാമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഉപതെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വളരെ കുറവ് വോട്ടുകളാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുകയാണ്. ദേശവിരുദ്ധ ശക്തികളും ജമാഅത്തെ ഇസ്ലാമിയും നൽകിയ വോട്ടുകൾ കൊണ്ട് മാത്രമാണ് UDF ജയിച്ചത്. UDFന്റെ വിജയം ജമാഅത്തെ ഇസ്ലാമിയുടെയും ദേശവിരുദ്ധ ശക്തികളുടെയും വിജയം തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിന് പുറമെ LDFന്റെ വോട്ട് വിഭജിക്കുകയും കൂടി ചെയ്തതുകൊണ്ടാണ് UDFന് വിജയം സാധ്യമായത് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. അഴിമതിയുടെയും രാഷ്ട്രവിരുദ്ധ ശക്തികളെയും പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വികസനം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് മറ്റൊരു പോസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുകയാണ്. മാറാത്തത് ഇനി മാറും. ആ മാറ്റത്തിന്റെ തുടക്കമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലത്ത് UDFന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. മതരാഷ്ട്രവാദം അടക്കം ഉയർത്തിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായ വെൽഫെയർ പാർട്ടി മതേതരവാദം ഉയർത്തിപ്പിടിക്കുന്ന UDFനെ പിന്തുണച്ചതാണ് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചത്. വിഷയം LDF തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കിയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം കൂടി സൂചിപ്പിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം. 77,737 വോട്ടുകളാണ് ആര്യാടൻ ഷൗക്കത്ത് ആകെ നേടിയിട്ടുണ്ടായിരുന്നത്. M സ്വരാജ് 66,660 വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ 19,760 വോട്ടുകളും നേടുകയായിരുന്നു. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് ലഭിച്ചത് 8,648 വോട്ടുകളായിരുന്നു. ഫലം പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ച് സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച ഭൂരിപക്ഷമായിരുന്നു എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അവഗണനയേറ്റ നിലമ്പൂരുകാരുടെ വിജയമാണ് ഇതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടായിരുന്നു M സ്വരാജ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് മണ്ഡലത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നായിരുന്നു സ്വരാജ് പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതെല്ലാം ഉൾക്കൊള്ളുമെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും സ്വരാജ് ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുമുണ്ടായിരുന്നു. പിടിച്ചത് പിണറായി സത്തിനെതിരെയാണ് എന്നുള്ള വോട്ടാണ് എന്നും ചോർന്നത് LDFൽ നിന്നും എന്നുമായിരുന്നു PV അൻവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്.